ഒരു കാര്യം പറയാം, ഈ രക്ഷിക്കപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കേണ്ടത് ഇങ്ങനെ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന പാട്ടാണ് കേട്ടോ. അല്ലാതെ എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ അപ്പൻ കട്ടോണ്ട് പോയി, അന്നേരം അപ്പൻ്റെ ബ്രാൻഡി കൂപ്പി അമ്മ എന്നതാണ് ഇത്? രക്ഷിക്കപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ജിമിക്ക് കമ്മലും അപ്പൻ്റെ ബ്രാൻഡി കൂപ്പി എന്നാണില്ലേ? തൊട്ടടുത്ത് ഒരുവൻ തൂങ്ങിച്ചാകാൻ ഇരിക്കുന്നുണ്ടായിരിക്കും. നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആത്മീക സന്ദേശം, ആ സന്ദേശം അടങ്ങിയ ഒരു ഗാനം, അതായിരിക്കും ഒരുപക്ഷെ അവനെ രക്ഷിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാക്ക് മതി ഒരാളത് രക്ഷപ്പെടാൻ. നമ്മുടെ വീടുകളിൽ നിന്ന് പിള്ളേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. സ്തോത്രം. ചെറുപ്പം തൊട്ടേ ഹല്ലേലൂയ. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഉയരേണ്ടത് ആത്മീക ഗീതങ്ങളാണ്. റോയ് പാസ്റ്റർ, ഞാൻ എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, ഈ കോട്ടേജ് മീറ്റിങ്ങിന് പോലും നാട്ടുകാരന് മനസ്സിലാകുന്ന പാട്ടേ പാടാവുന്നു. സ്തോത്രം. ഈ നമ്മൾ പാടുന്ന പല പാട്ടുകളും നമ്മുടെ പുള്ളികൾക്ക് അറിയത്തില്ല, പിന്നല്ലേ നാട്ടുകാരന് മനസ്സിലാകും. ശക്തരായ രാജാക്കളാ സീഹോനും ഓഗും വന്നാൽ പാടി അച്ഛൻ അറിയത്തില്ല ആരായി സീഹോൻ ആരാ ഓഗാരാണ്. സ്തോത്രം. ബൈബിൾ വായിക്കുന്ന 2-3 പേർക്ക് അറിയാമെന്നല്ലാതെ എത്ര പേർക്ക് അറിയാം സീഹോൻ ആരാ ഓഗാരാ? ഇത് പിന്നെ നാട്ടുകാരൻ എങ്ങനെ മനസ്സിലാകുന്നത്? അവനും കൂടെ മനസ്സിലാകണ്ടേ? നിങ്ങളിപ്പോൾ തോന്നാറുണ്ടോ നമ്മുടെ ഈ പരസ്യത്തിനൊക്കെ കന്നഡ പാട്ട്, പഞ്ചാബി പാട്ട്, ഇവിടെ നാട്ടുകാരന് മനസ്സിലാകുന്നത് ഒരു പാടാണ്. അതിനല്ലേ ഈ പരിപാടി? നാട്ടുകാർക്ക് മനസ്സിലാകട്ടെ, അങ്ങനെയുള്ള പാട്ട് പാടാൻ, അവന് മനസ്സിലാകുന്ന പാട്ട് പാടും. ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് നാട്ടുകാരന് മനസ്സിലാക്കണം. അവൻ ചിലപ്പോൾ 1 സെക്കൻഡേ കേൾക്കത്തുള്ളൂ. ആ 1 സെക്കൻഡിനകത്ത് അവൻ യേശുവിനെ അറിയണം. പാപ്പച്ചാൻ യേശുവിനെ അറിഞ്ഞു, അങ്ങനെ രക്ഷപ്പെട്ടെ. രാമൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരുവന് നീതീകരിക്കപ്പെടാൻ കഴിയും. ഇങ്ങനെ ഉള്ളവന്റെ യാത്രയാണ് മേലോട്ട്. ഓ സ്തോത്രം, സ്തോത്രം. ബാക്കിയുള്ള പുള്ളികളെല്ലാം താഴോട്ടേ പോകത്തുള്ളൂ.